ബ്ലെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 119 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയാം. ഇയ്യോബ് 37 മുതൽ 40 വരെ, റോമർ 2-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്, ശ്രദ്ധിച്ചോളൂ. നമുക്ക് എന്തൊക്കെയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു മൃഗത്തിന്റെ പേരും അതിന്റെ പര്യായ പദവും ഒരു വാക്യത്തിലുണ്ട്, പേരുകൾ ഏവ എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം കാട്ടുകഴുത എന്നുള്ളതാണ് കേട്ടോ. മറ്റൊരു പേര് ഗർദഭം എന്നുള്ളതാണ്. ഗർദഭം എന്നുള്ളതാണ്. ഇയ്യോബ് 39 5-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: സൃഷ്ടികർത്താവ് ഒരു ജീവിക്ക് ഒരു ആയുധം നൽകിയതായി പാഠഭാഗത്ത് പറയുന്നു. ജീവി ഏത്, ആയുധം എന്ത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ജീവി നദീഹയം. ഇയ്യോബ് 40-ന്റെ 15, 19 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ ആയുധം വാൾ എന്നുള്ളതാണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം: ഒരു പ്രകൃതി പ്രതിഭാസത്തിൽ നിന്ന് യഹോവ ഇയ്യോബിനോട് 2 പ്രാവശ്യം പറഞ്ഞ സമാന വാചകം എന്ത്? പ്രകൃതി പ്രതിഭാസം എന്ത്? ക്ലൂ 2 അധ്യായങ്ങളിൽ നിന്നുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉത്തരം വാചകം: നീ പുരുഷനെ പോലെ അര മുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കും, നീ എനിക്ക് ഗ്രഹിപ്പിച്ചു തരിക, അല്ലെങ്കിൽ ഉത്തരം പറക. ഇതിൽ പ്രകൃതി പ്രതിഭാസം എന്നുള്ളത് ചുഴലിക്കാറ്റാണ് കേട്ടോ. ഇയ്യോബ് 38-ന്റെ 1, 3 വാക്യങ്ങളിലും അതുപോലെ 40-ന്റെ 6, 7 വാക്യങ്ങളിലും നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഒരു മൃഗത്തിന്റെ കഴുത്തിന് മുകളിലുള്ള നീളമുള്ള മുടിക്ക് പറയുന്ന പേരെന്ത്? മൃഗം ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം കുഞ്ചിരോമം. മൃഗം കുതിര എന്നുള്ളതാണ് കേട്ടോ. ഇയ്യോബ് 39-ന്റെ 19-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 10 കൽപ്പനകളിൽ പുതിയ നിയമ പാഠഭാഗത്ത് എത്ര കൽപ്പനകൾ ഉണ്ട്? ഏതെല്ലാം? ഇതായിരുന്നു ചോദ്യം. ഉത്തരം 2 കൽപ്പനകൾ. മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളതാണ്. റോമർ 2-ന്റെ 21, 22 വാക്യങ്ങളിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ഇതായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ബൈബിൾ പോർഷൻ പറയാം. ഇയ്യോബ് 41, 42, സങ്കീർത്തനങ്ങൾ 1, 2, റോമർ 3-ാം അധ്യായം. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ പോർഷൻസ് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. നമുക്ക് ക്വസ്റ്റ്യൻസ് കേട്ട ഉടനെ ആൻസേഴ്സ് എഴുതാൻ പാകത്തിന് മനസ്സിലാക്കി വെച്ചോളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. സങ്കീർത്തനം എന്നുള്ള ഇത് വരുമ്പോൾ നിങ്ങൾ അതിന്റെ പുസ്തകം പഠിക്കുമ്പോൾ തലക്കെട്ട് കൂടെ പഠിക്കണം കേട്ടോ. സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി മനസ്സിലാക്കി വേണം വായിച്ചു പോവാൻ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.